ശക്തമായ മഴയിൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. 4 മണിക്ക് ആരംഭിച്ച മഴ 3 മണിക്കൂറിലേറെ ശക്തമായി പെയ്തതോടെ കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായി. കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ പലയിടങ്ങളിലും വാഹന ഗതാഗതവും ദുഷ്കരമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇന്ന് വൈകുന്നേരം പെയ്ത മഴയോടെ നഗരം വെള്ളക്കെട്ടിലായി, ജനജീവിതം ദുസ്സഹമായി, വാഹന ഗതാഗതമൊക്കെ താറുമാറായെന്നറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ലക്ഷ്മി, വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ തോരാതെ പെയ്തതോടുകൂടിയാണ് കൊച്ചി നഗരം വെള്ളത്തിൽ ആയത്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നൊന്നും തന്നെ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. പ്രധാന നഗരത്തിലെ പാതയായിട്ടുള്ള MG റോഡ് വെള്ളത്തിനടിയിൽ തന്നെ ഉള്ള ഒരു സാഹചര്യമാണ്. ഇവിടെ രവിപുരം ഭാഗങ്ങളിൽ ഈ കാണകളിൽ നിന്ന് കാണകൾ വെള്ളം കൊണ്ട് കവിഞ്ഞ് ഒഴുകിയതോടുകൂടി തന്നെ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, KSRTC സ്റ്റാൻഡിന്റെ പരിസരം പൂർണ്ണമായി തന്നെ വെള്ളത്തിലായി. അവിടെ സമീപത്തുള്ള കടകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായിട്ടുള്ള ഈ വഴികളിലെല്ലാം തന്നെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാനമായിട്ടും ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ഇത് നഗരത്തിൽ മാത്രമല്ല, ഈ കൊച്ചിയിലെ പശ്ചിമ കൊച്ചി മേഖലകളിലും വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നേരത്തെ ഈ വെള്ളക്കെട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നഗരസഭ ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഫലവത്തായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്രതിപക്ഷമടക്കം കോർപ്പറേഷന്റെ ഈ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് ഏതായാലും മഴ പെയ്ത അല്ലെങ്കിൽ മഴയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അനുഭവപ്പെടുന്നത്. ലക്ഷ്മി, കിരണാണ് വിവരങ്ങൾ നൽകിയത്.